അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് ഇന്നത്തെ മഗ്‌രിബ് ബാങ്കോടെ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമുക്ക് ചേരാൻ പോവാം. ഇത് ലൈലത്തുൽ ഇജാബയാണ്. എന്തു ചോദിച്ചാലും അള്ളാഹു നൽകുന്ന ഒരു പരിശുദ്ധ രാവാണ്. നമ്മുടെ വലിയ വലിയ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ, പൂവണിപ്പിച്ചെടുക്കാൻ ഏറ്റവും വലിയ ഒരു അവസരമുണ്ട്. ഇത് പ്രത്യേകമായൊരു സൂറത്ത് പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ സകല കാര്യം നടക്കും. മാത്രമല്ല, ഒരു വർഷം മുഴുവൻ അല്ല, ഒരു ലൈഫ് ടൈം മുഴുവനും നമുക്ക് ലാഭം കിട്ടുന്ന, ബറക്കത്ത് കിട്ടുന്ന ചില കർമ്മങ്ങളുണ്ട്. ഏതാണെന്ന് അറിയണ്ടേ? അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഇബാദത്തുകളൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ് തുമ്മൽ ഹംദുലില്ലാഹി അൽഫ മർറ. അല്ലാഹുവിൻ്റെ ആയിരക്കണക്കിന് അപാരമായ നിഅമത്ത് കൊണ്ട്, വലിയ മഹത്വം കൊണ്ട് പോരിശയാക്കപ്പെട്ട മുഹറം മാസത്തിൽ പുതിയ ആയുസ്സിൻ്റെ പുതിയ വർഷത്തിലേക്ക് അല്ലാഹു നമുക്ക് അഡ്മിഷൻ നൽകി. അൽഹംദുലില്ലാഹ്, എത്ര സ്തുതിച്ചാലും മതിയാകില്ല. ഈ പുതിയ വർഷത്തിൻ്റെ അവസാനത്തെ കയറി വരാൻ പോകുന്ന ലാസ്റ്റ് മൊമെൻറ്റിൽ മരണപ്പെട്ടു പോയ ആളുകൾ എത്രയാണ്. നമുക്ക് അല്ലാഹു ദീർഘായുസ്സിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തു. അല്ലാഹു അത് അള്ളാഹിൻ്റെ ബറക്കത്തിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. കമൻറ്റിൽ സന്തോഷം പറയുന്നവരുണ്ട്. കമൻറ്റിലൊന്നും എഴുതാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഉസ്താദേ, പക്ഷേ കൽബ് നിറച്ച് എപ്പോഴും ദുആയാണ് എന്ന് പറഞ്ഞ് വലിയ സന്തോഷങ്ങൾ പറയുന്നവരുണ്ട്. അൽഹംദുലില്ലാ, നമുക്ക് അൻവാർ ഫജൻ്റെ കുടുംബം പ്രത്യേകിച്ച് സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കുടുംബമാണ്. അതാണ് നമ്മുടെ നിയ്യത്ത്. അതാണ് അങ്ങനെ നിഷ്കളങ്കരായ, നിസ്വാർത്ഥരായ ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അവർക്ക് മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ സന്തോഷങ്ങളൊന്നുമല്ല. അവർക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ സന്തോഷം, അതിൻ്റെ എഫക്റ്റ്, ഖുർആനോത്ത്, ദിക്ർ, സ്വലാത്ത്, അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അൽഹംദുലില്ലാ, ആ ഇഷ്ടത്തോടു കൂടെയാണ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. ആ ഒരു ബറക്കത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരും. അല്ലാഹു നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ പുതിയ വർഷം നമുക്ക് അല്ലാഹു ബറക്കത്തിലും റാഹത്തിലുമാക്കട്ടെ. പ്രത്യേകിച്ച് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, ഇന്നത്തെ മഗ്‌രിബ് ബാങ്കോടെ കയറാൻ പോവുകയാണ്. ആ ഒറ്റ രാവ് കൊണ്ട് വിജയിക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചതുപോലെ പോരിശയാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് ഇന്നത്തെ മഗ്‌രിബ് ബാങ്കോടെ നമ്മൾ കയറാൻ പോകുന്നത്. ചെറിയൊരു മനസ്സ് കൊടുത്താൽ, ഒരുപാട് കഷ്ടപ്പാട് അധ്വാനമൊന്നുമില്ല, ചെറിയൊരു മൈൻഡ് കൊടുത്താൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, ലൈഫിൽ ഏറ്റവും വലിയ ലാഭം നമുക്ക് ഈ പരിശുദ്ധമായ ഒറ്റ രാവ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അതിന് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ഒന്ന്, നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളിയാഴ്ച രാവ് അത് രാവുകളുടെ രാജാവാണ്. അറിയാമല്ലോ, മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 4 മഹത്വമുള്ള മാസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള മാസമാണ് മുഹറം. ആ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവെന്ന് പറയുമ്പോൾ ഇരട്ടി മധുരം. നമ്മൾ സാധാരണ പറയാനുള്ളല്ലോ, പഞ്ചസാരക്കുന്നിന്മേൽ തേന്മഴ പെയ്യുന്നത് പോലെയുള്ള വലിയ മാധുര്യമുള്ള രാവ. ഇന്നത്തെ രാവ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാരോട് പറയാം, ജസ്റ്റ് ഒന്ന് മനസ്സ് കൊടുത്താൽ മതി, നമുക്ക് എന്തും ഈ രാവ് കൊണ്ട് സ്വായത്തമാക്കാൻ പറ്റും. അള്ളാഹു തരും. വേറെ ഏതെങ്കിലും മുതലാളിയാണെങ്കിൽ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, രണ്ടാമത് ചോദിച്ചാൽ ചൂടാവും എന്ന് വിചാരിക്കുക. ഇത് ചോദിക്കുന്നതോടെ ഇഷ്ടം കൂടുന്ന മുതലാളിയോടാണ് ചോദിക്കുന്നത്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ, ഈ മഹത്വമുള്ള രാവിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ രാവിൻ്റെ പവർ എന്തെന്നറിയോ? ലൈലത്തുൽ ഇജാബ, ഇജാബത്ത് കിട്ടുന്ന രാവാണ്. ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഇജാബത്ത് കിട്ടും എന്ന് കറതീർത്തു പറഞ്ഞു 10 ലക്ഷം ഹദീസുകൾ മനപ്പാടമുള്ള സയ്യിദുന ഇമാമുന ശാഫഈ റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ കിതാബുൽ ഉമ്മിൽ പറയുന്നുണ്ട്, എന്തു ചോദിച്ചാലും അല്ലാഹു നൽകുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന രാവാണ് വെള്ളിയാഴ്ച രാവ്. ഇമാം നവവി റഹ്മത്തുള്ള 2ാം ശാഫഈ എന്ന പേരിൽ ലോകപ്രസിദ്ധനായ മഹാനായ മഹാമനുഷ്യൻ ഇമാം നവവി തങ്ങൾ അവിടുത്തെ അദ്കാറിൽ പറയുന്നുണ്ട്, എന്തു ചോദിച്ചാലും ഇജാബത്ത് കിട്ടുന്ന സംശയമില്ലാത്ത രാവാണ് വെള്ളിയാഴ്ച രാവ് എന്ന്. ആ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ചേർന്ന് വരുമ്പോൾ എത്ര മഹത്വമാണ്. അതിന് പ്രത്യേകം മഹത്വം ഉലമാക്കൾ പറയുന്നുണ്ട്. ഒരു വർഷം മുഴുവനും പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാ ഖൈറ് നൽകാനും ഇന്നത്തെ ഈ ആത്മാർത്ഥമായുള്ള ദുആ, ഇജാബത്ത് ഇറങ്ങുന്ന രാവിലുള്ള ദുആ വളരെ മസ്റ്റാണ്. കൂടുതൽ അധ്വാനമൊന്നുമില്ല. ചുമ്മാ പച്ച മലയാളത്തിൽ ഒന്ന് നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ, സൂറത്തുൽ കഹ്ഫ് ഓതാൻ പറ്റാത്തവർ, വെള്ളിയാഴ്ച രാവാണ്, അശുദ്ധിയുടെ പിരീഡാണ്. അവരും മറ്റവരും, അതായത് അശുദ്ധിയുള്ളവരും അല്ലാത്തവർക്ക് കോമൺ ആയിട്ട് എപ്പോഴും യഥേഷ്ടം ഏതു ഭാഷയിലും ചെയ്യാൻ പറ്റുന്ന അമലാണ്, ഇബാദത്താണ് ദുആ.
ആ ദുആ മനസ്സറിഞ്ഞ് പച്ച മലയാളത്തിൽ അള്ളാഹുവിനോട്, അള്ളാഹുവേ മുഹറം മാസമാണ്, അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്, ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് ഇന്ന കാര്യം വേണം, ഈ രോഗം മാറ്റണം, കടങ്ങൾ നീങ്ങണം, കുട്ടികൾ നന്നാകണം, മക്കളുണ്ടാകണം, വീടുണ്ടാകണം, അള്ളാഹുവേ ബറക്കത്തുണ്ടാകണം, എന്തു പ്രയാസമാണെങ്കിലും അള്ളാഹിൻ്റെ മുന്നിൽ ആ റിക്വസ്റ്റ് വെച്ച് നോക്കി. ഇന്നത്തെ രാവിൻ്റെ മഹത്വം പ്രത്യേകം പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവർ, ആ ദുആ പിന്നെ രണ്ടാമത് ആവർത്തിക്കേണ്ടി വരില്ല. അള്ളാഹുവിനോട് യക്കീനോടെ ചോദിച്ചാൽ നമ്മൾ തിടുക്കം ധൃതി കാണിക്കാൻ പാടില്ല. പക്ഷേ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകുക തന്നെ ചെയ്യും, ഒരു പ്രശ്നമില്ല. അത് ഓർത്തു വെക്കണമെന്ന് ലൈലത്തുൽ ഇജാബയാണ്. രണ്ടാമത്തെ ഒരു പോരിശം എന്ന് പറയുന്നത് ലൈലത്തുർ റഗായിബ്, ആവശ്യങ്ങളുടെ രാവ്. നമുക്ക് എത്ര വലിയ മുറാദുകളും ആവശ്യങ്ങളുണ്ടെങ്കിൽ അള്ളാഹു അത് വീട്ടിത്തരുന്ന രാവ് എന്ന പേരിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബുകൾ ഇമാമുകളുടെ ഉദ്ധരണി കാണാം. റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന് അതിന് മഹത്വം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സമാനമായ മഹത്വം ലൈലത്തുർ റഗായിബിൻ്റെ ആ ഒരു മഹത്വം എവിടെ കൊടുക്കുന്നുണ്ട്? മുഹറമിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിനും കിട്ടുന്നുണ്ട് എന്ന് മഹത്തുക്കളായ ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിഖിൻ്റെ കിതാബുൽ ശുറൂഹാത്തുകളിലൊക്കെ കാണാം. ആ ഒരു പവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള പുണ്യരാവ്, ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഇന്ന് രാത്രി അള്ളാഹിനോട് ചോദിക്കാം. അതിന് പറ്റിയ ഒരു സന്ദർഭവും ഒരു സമയവുമാണ്. ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ, വാതിലുകൾ തുറക്കപ്പെടുന്ന പരിശുദ്ധമായ രാവാണ് ഇന്നത്തെ രാവ്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ ചോദിക്കാം. അള്ളാഹു വലിയ വലിയ ഖൈറുകൾ ആ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ദുആ ചെയ്താൽ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുന്ന രാവാണെങ്കിൽ പോലും അതിനോട് കൂടെ നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം എന്നുള്ള നിലക്ക് പരിശുദ്ധമായ ഖുർആനിൽ ആവശ്യം നേടിയെടുക്കാൻ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹയല്ല, സൂറത്തുൽ ഇഖ്ലാസ് അല്ല, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അതിന് പറ്റിയ സൂറത്ത് സൂറത്തുൽ ഖാളിയ എന്ന പേരിൽ സൂറത്തുണ്ട്. ആവശ്യ നിർവഹണത്തിന് സ്പെഷ്യൽ സൂറത്ത്. അതേതാ? അത് ഖൽബുൽ ഖുർആനാണ്, ഖുർആനിൻ്റെ ഹൃദയം, സൂറത്ത് യാസീൻ. അത് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പ്രത്യേകം അള്ളാഹു വെച്ചിരിക്കുന്ന സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സൂറത്ത് യാസീൻ ഇന്ന് കഴിയുന്നവരൊക്കെ രാത്രി ഓതിയിട്ട് എന്ത് വലിയ മുറാദുകൾ നമ്മൾ ചോദിച്ചാലും ലോകത്തുള്ള മുഴുവൻ ആളുകൾ പറഞ്ഞു തൽക്കാലം നടക്കൂല പൊന്നു മോനെ പൊന്നു മോളെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും എല്ലാ ആവശ്യവും നടത്തി കൊടുക്കുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിലിടപെടും, ആ കാര്യം നടക്കും. ഇന്നത്തെ രാവിൻ്റെ മഹത്വം, ഈ പരിശുദ്ധമായ സൂറത്തുൽ യാസീനിൻ്റെ മഹത്വം രണ്ടും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ദ്വാരം നോക്കി ഒന്ന് മനസ്സറിഞ്ഞ് തെറ്റുകൂടാതെ ഓതിയിട്ട് ഏറ്റവും വലിയ മഹത്വം കാര്യങ്ങൾ നടന്നു കിട്ടും. അപ്പോൾ ലൈലത്തുർ റഗായിബ്, കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ രാവ് എന്നുള്ള ബെനിഫിറ്റ് കൂടെ ഈ രാവിനും കിട്ടുന്നുണ്ട്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തത് പുണ്യകർമ്മങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുക. അതായത് നമ്മുടെ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നല്ല നന്മകൾ കൊണ്ട് സുഹൃതങ്ങൾ കൊണ്ട് തുടക്കം കുറിക്കുക എന്ന് പറയുന്നത് ഇമാം ഗസാലി റഹ്മഹുല്ല തങ്ങളൊക്കെ പറഞ്ഞ പോലെ വർഷത്തിൻ്റെ തുടക്കം ഖൈറായ അമൽ കൊണ്ട് തുടങ്ങാമെന്ന് പറയുന്നത് ആ വർഷം മുഴുവനും അതിൻ്റെ ബറക്കത്ത് നിൽക്കാൻ കാരണമാകും. അപ്പോൾ ഇന്ന് കഴിവിൻ്റെ പരമാവധി നമ്മളെ കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക ആ നന്മകളൊക്കെ നമ്മളിപ്പോൾ ശേഷം പറയാൻ പോകുന്നുണ്ട്. ആ നന്മകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം, കഴിവിൻ്റെ പരമാവധി ചെയ്യണം. ഇന്ന് എന്തൊക്കെ ഖൈറുകൾ നമുക്കുണ്ടോ അതെല്ലാം മുഴുവൻ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഒരു വർഷം മുഴുവൻ ആ ബറക്കത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് വൺ തൗബയാണ്. അള്ളാഹിനോട് പശ്ചാത്തപിക്കുക, തൗബ ചോദിക്കുക. അള്ളാഹു എൻ്റെ തെറ്റുകളൊക്കെ മാപ്പാക്കണേ എന്ന് മനസ്സ് തുറന്ന് ചുമ്മാ കരഞ്ഞ് അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹു പൊറുക്കാത്തൊരു തെറ്റുമില്ലല്ലോ. ശിർക്ക്, അള്ളാഹുവിനെ പോലെ വേറെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ ആരുടെയും പുറകെ പോയാൽ നടക്കില്ല. അതല്ലാത്ത മുഴുവൻ തെറ്റുകളും അള്ളാഹു മാപ്പ് നൽകും. കൽബങ്ങോട്ട് തുറന്ന് ചോദിക്കണം. ഇന്നത്തെ രാവിൽ ചുമ്മാ കരഞ്ഞ് ചോദിക്കണം. എന്താ പ്രിയപ്പെട്ടവർ, ഒരു മുടക്കൂല്ലല്ലോ, ഒരു ചെലവില്ലല്ലോ. മനസ്സ് കരഞ്ഞിട്ട് അള്ളാഹിനോട് തൗബ ചെയ്യണം. രണ്ടാമത്തെ ദുആ ചെയ്യണം, ആഫിയത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി. അള്ളാഹുവെ പുതിയ വർഷം തുടങ്ങാൻ, ഈ വർഷത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. ഈ വർഷം മുഴുവൻ എനിക്ക് ആഫിയത്ത് വേണം, ആരോഗ്യം വേണം, സൗഖ്യം വേണം, അതേപോലെ തന്നെ എന്തും വേണം, ബറക്കത്തും വേണം, സമ്പത്തിലും എല്ലാറ്റിലും ബറക്കത്ത്, എവിടെയും ആഫിയത്ത്, ഫിദ്ദുനിയാവിൽ ആഖിറ ആഫിയത്ത്. അതിന് പറ്റിയൊരു സന്ദർഭമാണ്. അപ്പോൾ അള്ളാഹുവിനോട് അത് ചോദിക്കണം. പിന്നെയോ സ്വലാത്തിൻ്റെ ഇഖ്തിസാർ. ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവല്ലേ, ഒരുപാട് സ്വലാത്തുകൾ 300-ൽ കുറയാതെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്ക, സ്വലാത്ത് ചൊല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉണ്ടാകണം. നാലാമത്തെ സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണമാണ്. അത് ഒരു വർഷത്തിലെ തുടക്കത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇതുവരെ ചൊല്ലാതെ ഓതാത്തവരൊക്കെ ഉണ്ടാവും. തുടങ്ങാൻ പറ്റിയ ഇനി അങ്ങോട്ട് ലൈഫിൽ അത് കണ്ടിന്യൂ ചെയ്തു പോകണം. സൂറത്തുൽ കഹ്ഫ് കഴിയുന്നവരൊക്കെ പാരായണം ചെയ്യണം. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, സൂറത്ത് ദുഹാൻ.
വലിയ മഹത്വമാണ്. വെള്ളിയാഴ്ച രാവിലെ ഓതിയാൽ അള്ളാഹു സ്വർഗത്തിൽ മനോഹരമായൊരു കൊട്ടാരം നൽകാമെന്ന് പറഞ്ഞ സൂറത്താണ്. അപ്പോൾ ഈ ലൈഫിലെ നമ്മുടെ ജീവിതത്തിലെ പുതിയ വയസ്സിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് ദുഹാൻ, ഈ കുഞ്ഞു സൂറത്തല്ലേ, ആ സൂറത്ത് പാരായണം ചെയ്താൽ സ്വർഗത്തിലെ ഒരു വീട്, ഒരു മനോഹരമായ സൗധം, ഒരു കെട്ടിടം നമ്മൾ ബുക്ക് ചെയ്ത ആളുകളിൽ പെടും. നമുക്ക് സ്വർഗത്തിൽ കൊട്ടാരം കിട്ടും ഇന്ന് ഈ സൂറത്ത് ഓതിയാൽ. ആവശ്യങ്ങൾ നടക്കും സൂറത്ത് യാസീൻ ഓതിയാൽ. അപ്പോൾ ഈ സൂറത്തുകളൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. പിന്നെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഹദിയ, സ്വതക്ക, ദാനധർമ്മങ്ങൾ. അതിന് വല്ലാത്ത മഹത്വമാണ് പ്രിയപ്പെട്ടവരെ. വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് മഹത്വമുണ്ട്. അത് മുഹറമിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാകുമ്പോഴോ മഹത്വം പറയണ്ട, കഴിവിൻ്റെ പരമാവധി ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു എന്നുള്ളൊരു പോരിശ, മഹത്വം നമുക്ക് ഇന്നത്തെ രാവിലെ വേണം. കൊടുക്കാൻ എന്തെല്ലാം അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്നതല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെന്തെല്ലാം സംവിധാനമുണ്ട്. കഴിവിൻ്റെ പരമാവധി നമ്മൾ ആ നന്മയിൽ എൻഗേജഡ് ആകണം. ഒരാൾക്ക് അള്ളാഹുവെ ഞാൻ ദാനം കൊടുത്തു, ഹദിയ കൊടുത്തു എന്നുള്ളത് ഇന്നത്തെ രാവിലെ നമുക്ക് പറയാൻ പറ്റണം. അത് വലിയ മഹത്വമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് പ്രിയപ്പെട്ട ഉപയോഗപ്പെടുത്തിയാൽ ഒരു വർഷം മാത്രമല്ല, ലൈഫ് ടൈം മുഴുവനും ലാഭം കിട്ടാൻ. കാരണം ഇന്ന് ചോദിക്കുന്നതെല്ലാം അള്ളാഹു നൽകും. ഓർത്ത് ചോദിക്കണം. ആ ദുആയിൽ ഈ വിനീതനെപ്പെടുത്തണം. വിനീതൻ്റെ ദുആയിൽ, പ്രവർത്തകരുടെ ദുആയിൽ നിങ്ങളെയും പെടുത്തും. അങ്ങനെ പരസ്പരം ദുആയിൽ നമ്മൾ ഒരു കുടുംബങ്ങളെ പോലെ ആകണം. അള്ളാഹു എല്ലാ ബറക്കത്തും എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ ക്ലാസ്സിന് കൃത്യമായി ഒരു ഫാമിലിയിൽ അങ്ങനത്തെ പോലെ പരസ്പരം കണ്ടങ്ങനെ കൂടെ പോകുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة